നമസ്തേ. എല്ലാവർക്കും ഇന്നർ ബ്ലിസിൻ്റെ സ്നേഹം നിറഞ്ഞ ബുദ്ധപൂർണിമ ആശംസകൾ. ഇന്ന് ബുദ്ധപൂർണിമ ദിനത്തിൽ നമുക്കെല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയെക്കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓം മണിപത്മേഹം. ഓം മണിപത്മേഹം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാ ബൈക്കുകളുടെയും മുകളിൽ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് ആ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്ന ബൈക്കാർക്ക് പോലും ചിലപ്പം അറിയത്തില്ല ഓം മണിപത്മേഹം എന്താണെന്നുള്ളത്. എന്തായാലും അത് ബുദ്ധിസം അല്ലെങ്കിൽ ബുദ്ധിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസാണ് ഓം മണിപത്മേഹം. ഇന്ന് ബുദ്ധപൂർണിമയായിട്ട് നമുക്ക് അത് എന്താണെന്ന് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓം മണി എന്നാൽ ജുവൽ എന്നാണ്. അതായത് ജുവൽ മീൻസ് നല്ല വാല്യൂ ഉള്ള ഒരു സാധനം. പിന്നെ പത്മേ എന്നാൽ ലോട്ടസ് എന്നാണ്. അപ്പം ലോട്ടസ് വളരുന്ന എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല വെള്ളത്തിലല്ല ലോട്ടസ് വളരുന്നത്. പക്ഷേ നല്ല വെള്ളത്തിലല്ല, അതിൻ്റെ വേരുകൾ നല്ല വെള്ളത്തിലല്ലെങ്കിലും ചീത്തയായിട്ടുള്ള വെള്ളത്തിലാണെങ്കിലും അത് ഒരു പൂവായിട്ട് നിൽക്കുമ്പോൾ, ലോട്ടസായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഭംഗി അതിനെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മൾ പല പരിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എത്ര തെറ്റായിട്ടുള്ള രീതിയിൽ പോയാലും, എത്ര പന്ന ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും, ചീത്ത കൂട്ടുകെട്ടുകളുണ്ടാവാം, ചീത്ത സ്വഭാവങ്ങളുണ്ടാവാം, എന്താണെന്നുണ്ടെങ്കിലും നമുക്കെല്ലാവർക്കും അതിൽ നിന്നെല്ലാം തിരിച്ചു വന്ന് എൻലൈറ്റൻ ആവാനുള്ള ഒരു ശക്തിയുണ്ട്. അതാണ് മനുഷ്യ ജന്മത്തിൻ്റെ ഏറ്റവും വലിയ അന്തസത്ത എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത്. അപ്പം അതിനെ പ്രാക്ടീസ് ചെയ്യാൻ സാധാരണ ബുദ്ധിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് ഓം മണിപത്മേഹം. ഇത് നമ്മൾ വീട്ടിൽ ഇന്നത്തെ ദിവസം, ഇന്ന് ബുദ്ധപൂർണിമ ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം വീട്ടിൽ വിളക്ക് കത്തിച്ച് വെക്കുക, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ, അതിൻ്റെ ലൈറ്റായാലും മതി. അതിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കി ധ്യാനത്തിലിരിക്കുക. ഒന്നെങ്കിൽ പത്മാസനത്തിലോ അല്ലെങ്കിൽ സുഖാസനത്തിലോ ഇരിക്കുക. താഴെ ഇരിക്കാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചെയറിലിരിക്കുക. നീണ്ടു നിവർന്നിരിക്കണം. നമ്മുടെ ഇൻ്റർവെർട്ടിബ്രൽ കോളം, അതായത് സുഷുമ്ന നാഡിയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബാക്ക് ബോൺ എന്ന് പറയുന്ന വെർട്ടിബ്ര, അത് സ്ട്രെയിറ്റ് ആയിരിക്കണം. നമ്മുടെ ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ തേർഡ് ഐയിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ലൈറ്റിലേക്ക് നോക്കി, ആ കത്തിച്ച് വെച്ചേക്കുന്ന ആ ദീപത്തിലേക്ക് നോക്കിയിട്ട് അതിൻ്റെ സ്പോട്ട് നമ്മൾ ഉള്ളിൽ ആവാഹിച്ച് 21 ടൈംസ് മിനിമം, അല്ലെങ്കിൽ 108 പ്രാവശ്യം ഓം മണിപത്മേഹം അത് ജപിക്കണം. 108 ബീഡ്സുള്ള മാലയുണ്ടെങ്കിൽ അത് നമ്മൾ ജപമാലയായിട്ട് യൂസ് ചെയ്തിട്ട് 108 പ്രാവശ്യം അതായാലും ഉപയോഗിക്കാം. കൗണ്ടിങ്ങിന് നല്ലതായിരിക്കും. അങ്ങനെ ഇരുന്നിട്ട് ഓം മണിപത്മേഹം, ഓം മണിപത്മേഹം, ഓം മണിപത്മേഹം, ഇത് നമ്മൾ ജപിക്കുക. ശരിക്കും നമ്മളുടെ എല്ലാം ഉള്ളിൽ ഒരു വലിയ ശക്തിയുണ്ട്, ഒരു സത്യമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാം. നമ്മളായിട്ട് തന്നെ തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ പലപ്പോഴും നമ്മളല്ലാതാവുന്നത്. അപ്പം അതിൽ സ്നേഹമുണ്ട്, ദേഷ്യമുണ്ട്, അഹങ്കാരമുണ്ട്, ആംഗ്രി, ജലസീനസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ എല്ലാം ഉള്ളിലുള്ള നന്മ അത് വരാനും, നമ്മുടെ ഇച്ഛാശക്തിക്കും, ശാരീരികവും മാനസികവും സാമ്പത്തികവും വൈകാരികവും ആത്മീയവും പിന്നെ ഭൗതികവും ബൗദ്ധികവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം, നമ്മളിലുണ്ടായിട്ടുള്ള എല്ലാ നെഗറ്റീവ്സിനെയും മാറ്റി പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല ലൈഫ് നമുക്ക് മുമ്പിലേക്ക് എത്താൻ ഈ ബുദ്ധപൂർണിമ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ദിവസം. അപ്പോൾ എല്ലാവരും ഈ ചാൻറ്റിങ് ചെയ്യുക. ഇത് എല്ലാവർക്കും നല്ല ഫലം തരുന്നതായിരിക്കും.